കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദുർമരണം ഒന്നിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ദൈവാധീനത്താൽ ഒരു പരിധിവരെ ഇല്ലാതായതായി കാണുന്നുണ്ട്. ആ കാലയളവിൽ ഈ ഭവനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. നാം അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ചില സമയത്ത് നല്ലതിനായി ഭവിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ജ്യോത്സ്യര് പറഞ്ഞു വരുന്നത്? അതെ, ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിന്തുടർന്ന് പല പ്രശ്നങ്ങളും ഒഴിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ നടന്നു എന്ന് പറഞ്ഞ ദുർമരണത്തിന്റെ കാരണത്താൽ ദോഷങ്ങൾ പൂർണ്ണമായി മാറിയെന്ന് പറയാനാവില്ല. കാരണം ഈ ആത്മാവിന് ഇനിയും മോക്ഷം കിട്ടിയിട്ടില്ല. ഗതി കിട്ടാതെ അലയുന്ന ആത്മാവ് ചില ലക്ഷ്യപ്രാപ്തിക്കായി മറ്റു ചിലർ കുടിയേറാം. നവഗ്രഹ പൂജ നടത്തുന്നതിനാൽ ആ പരകായ പ്രവേശം കൂടുതൽ അപകടകരമാവില്ല. രാജനന്ദിനി മോളുടെ മരണം ഇപ്പോഴും ഞങ്ങളിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഇടയ്ക്കൊക്കെ ദുസ്വപ്നം കാണാറുമുണ്ട്. മാത്രമല്ല, മൂത്ത മരുമകൾ ഇടയ്ക്ക് സംസാരത്തിലും ചെയ്തികളിലും മരണപ്പെട്ട മോളെ ഓർക്കും വിധം പെരുമാറുന്നുമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ. അതാ ജ്യോത്സ്യരെ ഒന്നിവിടം വരെ വരാൻ പറഞ്ഞത്. പ്രശ്നങ്ങൾ കേൾക്കുകയും പ്രശ്നവിധികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷേ നമ്മളാൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്തതായി ഒന്നുണ്ടെങ്കിൽ ഈശ്വരനെ തന്നെ അഭയം പ്രാപിക്കണം. ബന്ധത്തിൽപ്പെടാത്തതോ അല്ലെങ്കിൽ സ്വന്തത്തിൽ ഇല്ലാത്തതോ ആരെങ്കിലും ഇവിടെ താമസം ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. ബാലമ്മ ഇപ്പൊ ഇവിടില്ല, തീർത്ഥാടനത്തിന് പോയിരിക്കുക. ആ യാത്ര ദൈവികമായിട്ടുള്ളതാണെന്ന് കാണുന്നില്ല. ഭയപ്പാട് മുന്നിൽ കണ്ട ഒരു യാത്ര, മടങ്ങിവരവ് കാണുന്നില്ല. ദുർമരണം നടന്ന കുടുംബമായതിനാൽ ഒരു പിഞ്ചുപൈതലിന്റെ കാൽപാദം ഈ ഭവനത്തിൽ ചവിട്ടി നടക്കണം. ആ പാദസ്പർശത്താൽ മിക്ക പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയുണ്ട്. ജനിച്ചാൽ ഒരു നാളിൽ മരിക്കണമെന്ന ആ സത്യം ഉൾക്കൊണ്ട് തന്നെ ഒരു മരണത്തെ ഒരു ജനനം കൊണ്ട് ഒരു പരിധിവരെ സമീകരിക്കാനാവും. ഈ കുടുംബത്തിലും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും എണ്ണമറ്റാത്ത ഈ സ്വത്തുക്കൾക്കൊരു അനന്തരാവകാശം ഉണ്ടായാലേ പറ്റൂ. അതിനുള്ള സമയം സമാഗതമായി എന്ന് കരുതിയാൽ മതി. അനന്തരാവകാശിയായ ഒരു കുഞ്ഞിക്കാലിന്റെ സ്പർശനം ഈ ഭവനത്തിൽ പതിയണം. അതോടെ പുകഞ്ഞു നിൽക്കുന്ന ഈ ഭൂമി തണുക്കും. ഒപ്പം ദുരാത്മാവിന്റെ ചെയ്തികൾക്കും ശമനമാകും. മക്കളുടെ സന്താനഭാഗ്യം കൂടി ഒന്ന് പറയോ ജ്യോത്സ്യരെ? 2 മരുമക്കളുടെയും ജാതകം ഇതാ. ശ്രീലക്ഷ്മി തിരുവാതിര നക്ഷത്രം, ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം, ഭഗവാൻ ശിവന്റെ നക്ഷത്രം. രാശിയുടെ 11ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. ഈ രാശിയിലെ സ്ത്രീകൾക്ക് ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയമാണിത്. അതുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ മിടുക്കനോ മിടുക്കിയോ ഒരു കുഞ്ഞിനെ ഈശ്വരൻ നൽകുകയും ചെയ്യും. രേഖ മകം നക്ഷത്രം, മകം പിറന്ന മങ്ക.
ഈ മാസത്തിന് ശേഷം കന്നിരാശിക്കാർക്ക് കുഞ്ഞിനെ കാണാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. എന്നാൽ ശനി 5-ാം ഭാവത്തിൽ ഇരിക്കുന്നതിനാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയമെടുത്തേക്കും. ഞാനിപ്പോ പറഞ്ഞത് ജ്യോതിഷം മാത്രമാണ്. പ്രാർത്ഥനകളിലും ചികിത്സകളിലും മാറ്റം വന്നേക്കാം. ജനനം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന മാറ്റങ്ങൾ മാത്രമേ പ്രഥമദൃഷ്ടിയാൽ കാണുന്നുള്ളൂ. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം അകറ്റാനും സ്വത്ത് സമ്പാദ്യങ്ങൾക്ക് അവകാശിയാകാനും ആരുടെ സന്തതിക്കാണെന്ന ഭാഗ്യം ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം അകറ്റാനും സ്വത്ത് സമ്പാദ്യങ്ങൾക്ക് അവകാശിയാകാനും ആരുടെ സന്തതിക്കാണെന്ന ഭാഗ്യം ഈശ്വരൻ തീരുമാനിക്കട്ടെ. ശരി, പോയി വരട്ടെ. ശരി ജ്യോത്സരെ. ജോത്സ്യനൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്താ അമ്മേ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല മോളെ. അടിക്കടിയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവോന്നറിയാൻ ജ്യോത്സരോടൊന്ന് വരാൻ പറഞ്ഞു. അത്രയുള്ളൂ. എന്നിട്ടെന്താ, എന്റെ ആഗ്രഹവും പ്രശ്നപരിഹാരവും ഒന്നു തന്നെയാ. രവിക്കോ രഘുവിനോ ഒരു കുഞ്ഞ്. എന്റെ ആ പേരക്കുട്ടി വഴിയെ കുടുംബം രക്ഷപ്പെടൂ. അതുമാത്രമല്ലല്ലോ, എന്നായാലും എല്ലാത്തിനും ഒരു അവകാശം ഉണ്ടായാലല്ലേ പറ്റൂ. ആ അവകാശിയെ എനിക്ക് ആദ്യം തരുന്നത് ശ്രീലക്ഷ്മിയാണോ രേഖയാണോ എന്ന് നോക്കട്ടെ. മോള് വാ. എന്താണ് ആഗമനോദ്ദേശം? രേഖ മാഡം, മാഡത്തിന് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ആ ദേഷ്യം കൂട്ടാനൊന്നും അല്ല ഞാനിപ്പോ വന്നത്. എനിക്ക് മാഡത്തിനോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് കേക്കണ്ടെങ്കിലോ? എനിക്കറിയാം നിനക്ക് എന്നോട് പറയാനുള്ളത് എന്താണെന്ന്. അത് കേൾക്കാനേ എനിക്ക് ഒട്ടും സമയവുമില്ല, താല്പര്യവുമില്ല. എനിക്ക് പറയാനുള്ളത് മാഡത്തിന് കൂടി ഗുണമുള്ള കാര്യമാണെങ്കിലോ? ഞാനും മാഡവും തമ്മില് പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓരോ സാഹചര്യങ്ങളിലും സംഭവിച്ചു പോയതാ. പക്ഷേ എന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. ശ്രീലക്ഷ്മി എന്നേക്കുമായിട്ട് ഈ വീടിന്റെ പടിയിറങ്ങണമെന്ന് മാഡത്തിന്റെയും, ശ്രീലക്ഷ്മി എന്നേക്കുമായിട്ട് രവിസാറിന്റെ മനസ്സിൽ നിന്നും പടിയിറങ്ങണമെന്ന് എന്റെയും. ലക്ഷ്യസ്ഥാനം ഒന്നാവുമ്പോ നമ്മൾ 2 വഴിക്ക് പോകുന്നത് ചിലപ്പോ 2 ആൾക്ക് ഉപയോഗമില്ലാതെയാവും. എനിക്കോ മാഡത്തിനോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശ്രീലക്ഷ്മി ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ലെന്ന് ഇതിനകം നമ്മൾക്ക് ബോധ്യപ്പെട്ട കാര്യമാ. മാത്രവുമല്ല, ഞാനും മാഡവും ഇപ്പൊ സഞ്ചരിക്കുന്നത് ശരിയായ റൂട്ടിലല്ല എന്നെനിക്ക് തോന്നി. ഇവിടെ മാഡവും ഓഫീസിലും ഞാനും. അതിനിടയിൽ കിടന്ന് ഊരുകണോ അവള്? എന്നെയും മാഡത്തിനെയും കൈനീട്ടി അടിച്ച അവളെ കൊല്ലാതെ കൊല്ലണം.
അന്ന് പറഞ്ഞ ആ ഫ്രണ്ട്ഷിപ്പ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയാ, മാഡം എന്നോട് ക്ഷമിക്കണം. പഴയതൊക്കെ തേഞ്ഞുമാഞ്ഞു പോയ കൂട്ടത്തില് ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ മാഡം മനസ്സിൽ നിന്നും മായ്ക്കണം. സാൻഡ്രയും രേഖയും ഒന്നാവുന്നത് എപ്പോഴായാലും നല്ലതായിട്ടേ വന്ന് ഭവിക്കൂ. ശരി. സാന്ദ്രോ നിന്നേ. പരാജയം മുന്നിൽ കണ്ട് സന്ധി സംഭാഷണത്തിന് ഇറങ്ങിയതാണോ അതോ പുതിയ കള ഒരുക്കി എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാണോ? നോ മാഡം. സാന്ദ്രയുടെ ഈ കുമ്പസാരം ഉള്ളിൽ തട്ടിയതാണെങ്കിൽ ഒരേ ഒരു തവണ കൂടി ഞാൻ നിന്നെ വിശ്വസിക്കാം. എല്ലാ കാര്യത്തിലും എന്റെ മുന്നിൽ വിജയിച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ തോൽപ്പിക്കാൻ ഞാൻ പല വിധത്തിൽ ശ്രമിച്ചിട്ടും നടന്നില്ല. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ഈ കാര്യത്തിന് സാന്ദ്രയുടെ നയങ്ങളാണ് ശരിയെന്ന് തോന്നുന്നു. സാധാരണ വീടുകളില് ജ്യേഷ്ഠന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും തമ്മിലുള്ള ക്ലീശ വഴക്കുകളല്ല, ഇല്ലായ്മ ചെയ്യണം വേണ്ടി വന്ന. അങ്ങനെയല്ല രേഖ മാഡം, അവിടെ മാഡത്തിന് തെറ്റി. മരണം എപ്പോഴും അവൾക്ക് ആധിപത്യം കൂട്ടുകയേ ചെയ്യും. രവി സാറിന്റെ മനസ്സില് തീരാ ദുഃഖമായിട്ട് അവള് മാറുകയല്ല ചെയ്യേണ്ടത്. കണ്ടാൽ അറപ്പ് തോന്നും വിധം അവളെ സാർ അകറ്റി നിർത്തണം. ആ അകൽച്ച നമ്മള് മുതലെടുക്കണം. മൂത്ത മരുമകളുടെ അസാന്നിധ്യത്തിൽ ഇളയ മരുമകളുടെ തേരോട്ടം. തേര് തെളിക്കുന്നത് ഈ സാൻഡ്ര. പകരം തേരാളിക്ക് വേണ്ടത് രവിചന്ദ്രവർമ്മൻ എന്ന മനുഷ്യനെ. ആ മനുഷ്യനെ മാത്രം. ഈ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാ അവകാശി രേഖ മാഡം മാത്രം. ശ്രീലക്ഷ്മിയെ മാറ്റി പകരം രേഖയെ കുടിയിരുത്തും ഞാൻ ആ സ്ഥാനത്ത്. പക്ഷേ ഇപ്പൊ പ്രശ്നം അതല്ല സാന്ദ്ര. അറിയാം. ഗ്രഹങ്ങളുടെ നില മാറിയപ്പോ വീട്ടിൽ പ്രശ്നങ്ങൾ മാറാൻ സന്താനഭാഗ്യം വേണമെന്നുള്ള ജോൽസിന്റെ പ്രവചനം കുറച്ചൊന്നുമല്ല മാഡത്തെ അലോസരപ്പെടുത്തിയത്, അല്ലേ? ആദ്യം ജനിക്കുന്ന കുഞ്ഞ് ഈ വീട്ടില് സമാധാനം കൊണ്ടുവരും. മറ്റൊരവകാശി പിറവിയെടുത്തില്ലെങ്കിൽ സർവസ്വത്തിന്റെ അവകാശം ആ കുഞ്ഞിൽ നിക്ഷിപ്തം. എന്നിട്ടും മാഡം എന്ത് തീരുമാനിച്ചു? സാന്ദ്ര, രഘു പലപ്പോഴും ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോ ഞാൻ സമ്മതിക്കാത്തത് കുഞ്ഞൊക്കെ ഒരു വലിയ ബാധ്യതയാവൂന്ന് കരുതിയ. ഇതാണ് മാഡത്തിന്റെ അബദ്ധധാരണ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് എന്തിനാണെന്നും ആർക്കാണെന്നും മാഡത്തിന് അറിയാവോ? പണത്തിന്. പണമുള്ളവന്. ആ സൗന്ദര്യത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കില്ല രേഖ മാഡം. ഈ കാര്യം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ശ്രീലക്ഷ്മിക്കാണ്. വീട്ടിൽ സമാധാനം കൊണ്ടുവരാൻ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ മാഡത്തിന്റെ കാര്യം പോക്കാവും. രണ്ടിലൊന്ന്. അത് തീരുമാനിക്കേണ്ട സമയം ഇപ്പോഴാണ്. മാഡത്തിന് എന്താണോ നഷ്ടപ്പെട്ടത്, മാഡത്തിന് എന്താണോ ആവശ്യം, അതൊരു കുഞ്ഞു മുഖേന വളരെ ഈസിയായി നേടാൻ കഴിയും. ആ കുഞ്ഞിനെ മുൻനിർത്തി ശ്രീലക്ഷ്മിയെ എന്നേക്കുമായിട്ട് ഒഴിവാക്കാനും പറ്റും. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാന്ദ്ര പറയുന്നത്? സ്ത്രീയാവണം. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഭാര്യ. തന്റെ ഇടത്തോടെ മാത്രം സംസാരിക്കുന്ന ഭാഷയില് വ്യത്യാസം വരണം. അല്ല സാന്ദ്ര, പെട്ടെന്ന് മാറുക എന്നൊക്കെ പറഞ്ഞ രഘുവിന് വല്ല സംശയം തോന്നിയ? അതോർത്ത് മാഡം പേടിക്കണ്ട. ഏതൊരു പെണ്ണിന്റെയും സ്വപ്നമാണ് അവളുടേതായ ഒരു കുഞ്ഞ്. അതിനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. മാഡം ചിന്തിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ല. മാഡത്തിന് രഘു സാറിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുമ്പോ തന്നെ എല്ലാം ശരിയാവും. ജനിക്കാൻ പോകുന്ന കുഞ്ഞു വഴി മാഡത്തിന് കിട്ടാൻ പോകുന്നത് ഈ കണ്ട പ്രായം അത്രയും മാഡം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാ.
ഇളയ മരുമകളെന്ന് മുദ്രകുത്തി തഴയപ്പെട്ട് രവിസാറിന്റെ തണലില് ജീവിക്കുന്ന അനിയന്റെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് അറിയാവുന്നതും അറിയാത്തതുമായ വർമ്മൻ കുടുംബത്തിലെ സമ്പാദ്യങ്ങളുടെ മുഴുവൻ അവകാശിയുടെ അമ്മ എന്നത് നിസ്സാരമായൊരു സ്ഥാനക്കയറ്റമല്ല. ഞാൻ പറയുന്നത് പോലെയൊക്കെ മാഡം ചെയ്താ മതി. മറ്റൊരു ശ്രീലക്ഷ്മിയല്ല, ഈ വീട്ടിലെ മഹാലക്ഷ്മിയാക്കും ഈ സാൻഡ്ര. ഉറപ്പാണ്. ഈശ്വരമ്മ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ. ഈശ്വരമ്മ, മുഖത്ത് കാണുന്നത് പോലെ തന്നെ ഉള്ളിലും സന്തോഷം തിരയടിക്കുന്നത് അമ്മയ്ക്ക് കാണാം. നല്ലൊരു ഭാര്യയുടെ, മകളുടെ, കുടുംബിനിയുടെ ഉത്തരവാദിത്തങ്ങൾ കർമ്മമായി കണ്ട് എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു. പരസ്പര സ്നേഹം ജീവിതത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തു. ഈശ്വരമ്മ പറഞ്ഞത് ശരിയാ. എപ്പോഴാ ഈ ശ്രീലക്ഷ്മി ശരിക്കും ജീവിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായത്. മുൻപ് പലരും പലതും പറഞ്ഞിട്ടും എനിക്കത് മനസ്സിലായില്ല. രവിസാറിനെ പോലും ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥ വരെ എത്തി. എന്നാലിപ്പോ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഭർത്താവ്, സഹോദരി തുല്യമായ രാഗസുധ, എന്റെ അച്ഛനും അമ്മയും എല്ലാവരും എനിക്കൊപ്പം ഉണ്ട്. ഇനി ബാക്കി നിൽക്കുന്ന ഒരു സങ്കടം, ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്ഥലം, നീരേറ്റ് കോളനി. അതിനെ ഒരിക്കലും എന്റേതെന്ന് പറയാൻ എനിക്കാവില്ല. ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ നീരേറ്റ് കോളനിയിലേക്ക്. അവസാനമായി എനിക്ക് എന്റെ വീട്ടുനടയിൽ ചെന്ന് നിൽക്കണം. അച്ഛനെയും അമ്മയും ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണം. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇതിനോടകം നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മകൾ ഉറങ്ങുന്നിടത്തേക്കുള്ള നിന്റെ യാത്രാമധ്യേ ഈശ്വരിയമ്മയെ മുഖാമുഖം കാണണമെന്നുള്ളത് നിമിത്തം. ഈ യാത്രയുടെ അവസാനം ചിരിച്ച മുഖങ്ങളിലെ സന്തോഷാശ്രുക്കൾ തുടയ്ക്കണമെന്നുള്ളതും ഈശ്വരനിശ്ചയം. പക്ഷേ ആ ആഘോഷത്തിമിർപ്പുകൾക്കിടയിൽ വേണ്ടപ്പെട്ടവർ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആ ഒരു ഒളിച്ചോട്ടം കൊണ്ട് നിനക്ക് കിട്ടുന്നത് ദീർഘസുമംഗലി എന്ന ഈശ്വരാനുഗ്രഹമുള്ള പ്രഥമസ്ഥാനം. ശത്രുവിന്റെ ശത്രു മിത്രമെന്നത് വേദവാക്യമായി കാണണം. ഇവിടെ ഇപ്പോൾ 2 ശത്രുക്കൾ എന്നത് ഒന്നായി മാറിയിരിക്കുന്നു. ഭവനത്തിൽ കൂടെയുള്ളവളും വന്നു കയറാൻ ആഗ്രഹിക്കുന്നവളും കൈകോർക്കുമ്പോ ആ തുല്യശക്തികളുടെ പ്രതിരോധത്തിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരരുത്. ഉദ്യോഗസ്ഥലത്തും ഉറങ്ങുന്ന സ്ഥലത്തും ജാഗ്രതയോടെ ഇരിക്കണം. മരണമല്ല, നാശം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നിന്നെ ആത്മഹത്യ എന്ന ദുർമരണ ചിന്തയിൽ വരെ എത്തിച്ചെന്ന് വരും. ആ പെൺജാതികൾ 18 അടവും പയറ്റും. ലക്ഷ്യം നിന്റെ കണ്ണീര് മാത്രം. ഇതൊരു മുന്നറിയിപ്പായി കണ്ടുവേണം ഇനിയുള്ള നിന്റെ ഓരോ ചുവടും. നിനക്കെതിരെ പടയൊരുക്കുന്നവരെ നിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഈശ്വരൻ തരുന്ന സൂചനകൾ പറയാൻ മാത്രം ബാധ്യതപ്പെട്ടവളാണ് ഞാൻ. ഇതൊരു മുൻവിധിയായി കണ്ട് പ്രാർത്ഥനയെ മുൻനിർത്തി പ്രവർത്തിക്കുക. പ്രാർത്ഥിക്കുക. നിന്നിലെ ഏറ്റവും നല്ലതിനെ ഈശ്വരൻ പുറത്തു കൊണ്ടുവരും.